ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രവാസ ലോകം നടത്തിയ സെബിൻ പോളിനെ കുറിച്ചുള്ള അന്വേഷണം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇവൻ ജോലി ചെയ്ത പൈസ ഇവൻ ചോദിച്ചപ്പോൾ പിടിച്ചിട്ട് തല്ലി അടിച്ചു. കയ്യും കാലും കെട്ടിയിട്ടാണ് തല്ലിയതെന്ന് പറഞ്ഞു. നിങ്ങളിവിടെ അവരെ വീട്ടുകാരെ വിളിച്ചു ചോദിച്ചോ? അവര് ഞങ്ങൾക്ക് അറിയില്ല. അതെ, ഇവന്റെ കൂടെ തിരക്കിപ്പോയി, പക്ഷെ അവര് ഒന്നും അവിടെ ഇല്ലെന്നാണ് പറയണത്. സെബിൻ പോളിനെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു റിപ്പോർട്ട്. എന്തായി, സന്തോഷമായോ? സന്തോഷമായി. ഇവിടെ എത്തിച്ചത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. പ്രവാസ ലോകത്തിന് സന്തോഷം പകരുന്നൊരു നിമിഷമാണ്. പ്രേക്ഷകരെ എപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തേ തിരിച്ചു വരുന്നവരൊന്നും കാണിക്കാനില്ലല്ലോ. കാണിക്കാൻ അറിയാലോ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ്. സെബിനും അത്തരത്തിലൊരു പ്രശ്നത്തിൽ അകപ്പെട്ട ആളായിരുന്നു. സെബിന് തിരിച്ചു വരാൻ തന്നെ നമുക്കും കുറച്ച് റിസ്ക് എടുക്കേണ്ടി വന്നു. എന്താ പരിപാടി? ഇനി തിരിച്ചു പോകണ്ട? ഇനി തിരിച്ചു പോകണ്ട. ഇനി വരാൻ കണ്ടില്ല. ആ ജയിലിൽ വരെ നിറച്ച് ആൾക്കാർ, മലയാളികളുണ്ട്, ബംഗ്ലാദേശുകാരുണ്ട്, പല ആൾക്കാരുണ്ട്. എത്ര ഒരു പറഞ്ഞു എൻ്റെ ഒരു പേഴ്സൺ മൊബൈലുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് എങ്ങനെയെങ്കിലും സഹായിച്ചു കൊടുത്താൽ. എന്താ അവർക്ക് പ്രശ്നം? ടിക്കറ്റ് ഇല്ലാത്തതാണോ അതോ? ടിക്കറ്റും ഇല്ല, ആരും എടുക്കാനും ഇല്ല അവരെ. ഈ ഉദ്യമത്തിൽ ഞങ്ങളെ സഹായിച്ച പ്രവാസ ലോകത്തിൻ്റെ പ്രവർത്തകർക്കും പ്രത്യേകിച്ചും അതിന് നേതൃത്വം കൊടുക്കുന്ന ജാബിർക്കാർക്കും എംബസിയിലുള്ള ഉദ്യോഗസ്ഥർക്കും സെബിന് പ്രത്യേകം ആരുടെയെങ്കിലും നന്ദി പറയാൻ പറ്റാത്ത വിധത്തിലുള്ള നന്ദിയുണ്ട് പ്രവാസ ലോകത്തിനോട്. ഇത് ഇവിടം വരെ എത്തിച്ചേർന്ന ആ നരകത്തിൽ നിന്നും ഇവിടം വരെ എത്തിച്ചേർന്ന ആ പ്രവാസി സംഗമത്തിന് ഇനിയും ഒത്തിരി പേരെ ഈ ഇന്ത്യയിൽ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവം ഈ പ്രവാസ ലോകത്തിന് വളരെ വിജയങ്ങൾ കൈവരിക്കട്ടെ. പ്രവാസി ലോകത്തിന് 100 നന്ദി.